ബഹ്റിൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തില് എല്ലാ മാസവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ തിരഞ്ഞെടുത്ത് നടത്തുന്ന സ്റ്റഡി ക്ലാസ്സുകളാണ്. കഴിഞ്ഞ അനേക മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും അനേക ദൈവദാസന്മാരുടെ പ്രഭാഷണങ്ങളും അവർക്ക് ദൈവം കൊടുത്ത ആത്മീയ ബോധ്യങ്ങൾ തിരിച്ചറിയുവാനും ദൈവം നമ്മളെ സഹായിച്ചു. തുടർന്നുള്ള മാസങ്ങളിലും ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇത് തുടരും. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്കും ഏറ്റവും പ്രയോജനകരമായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. ബൈബിളിൽ സംഖ്യകളെ കുറിച്ച്, നമ്പേഴ്സിനെ കുറിച്ച് ധാരാളമായി പരാമർശങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ബൈബിളിലെ 1-ാം അധ്യായം തന്നെ നമുക്കറിയാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമി പാഴായി ശൂന്യമായിരുന്നു എന്നിങ്ങനെ തുടങ്ങുമ്പോൾ അതിന്റെ 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സന്ധ്യയായ ഉഷസ്സുമായ 1-ാം ദിവസം. അപ്പോൾ ബൈബിളിന്റെ ആരംഭ അധ്യായത്തിൽ തന്നെ സംഖ്യകൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാം ദിവസം, 2-ാം ദിവസം, ഇങ്ങനെ 6 ദിവസം, 6 വരെയുള്ള സംഖ്യകൾ 1-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. ബൈബിളിലെ അവസാനത്തെ അധ്യായം വെളിപ്പാട് 22, അതിന്റെ ആരംഭ വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വായിക്കുന്നുണ്ട് 12 മാസം 12 വിധ ഫലം കായ്ച്ചു. അപ്പോൾ ബൈബിളിലെ ആദ്യ അധ്യായം തൊട്ട് അവസാന അധ്യായം വരെ സംഖ്യകൾ, നമ്പറുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ആവർത്തിച്ച്. പ്രയോജനകരമായ എന്തെങ്കിലും ഒരാൾ പണിയണമെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു രൂപരേഖ വരയ്ക്കാറുണ്ട്. കൃത്യമായ അളവിൽ ഒരു എഞ്ചിനീയർ അതിൻ്റെ ഒരു രൂപരേഖ വരയ്ക്കും. അപ്പോൾ ഏതൊരു നിർമ്മാണത്തിനും കണക്കിന് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ കണക്കോടുകൂടെ പണിതെങ്കിൽ മാത്രമേ അത് ബലത്തോട് നിലനിൽക്കത്തുള്ളൂ, അതോടൊപ്പം തന്നെ ഭംഗിയായി നിലനിൽക്കത്തുള്ളൂ, പ്രയോജനകരമായി നിലനിൽക്കത്തുള്ളൂ. ഒരു വീടൊക്കെ നമ്മൾ പണിയുമ്പോൾ കണക്ക് വെച്ചാ പണിയുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ എല്ലാ പണികളും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടവർ ആദ്യമേ കണക്ക് വെച്ച് ആണ് അത് പണിയുന്നത്. എങ്കിൽ മാത്രമേ അതിന് ബലമുണ്ടാകൂ, നിലനിൽപ്പുണ്ടാകൂ, ഭംഗി ഉണ്ടാകൂ, പ്രയോജനകരമാകൂ. ഇതുപോലെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ കൃത്യമായ കണക്കുകളോടുകൂടിയാണ് സൃഷ്ടിച്ചത് എന്ന് ശാസ്ത്രം വളരുന്നതനുസരിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. 136-ാം സങ്കീർത്തനം 5-ാം വാക്യം ഇങ്ങനെയാണ്: ജ്ഞാനത്തോടെ ആകാശത്തെ വിരിച്ചവൻ. അപ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തെ വിരിച്ചപ്പോൾ, പണിതപ്പോൾ ജ്ഞാനത്തോടെയാണ്, കൃത്യമായ കണക്കുകളോടുകൂടിയാണ് ജ്ഞാനത്തോടെ ആകാശത്തെ വിരിച്ചു. ഭൂമിയും അതിന്റെ പൂർണ്ണതയും, 24-ാം സങ്കീർത്തനം 1-ാം വാക്യം, ഭൂമിയും അതിന്റെ പൂർണ്ണതയും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയിലെ വാക്കും കൃത്യമായ കണക്കോടുകൂടെ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. 19-ാം സങ്കീർത്തനം 1-ാം വാക്യം, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അവിടെ എല്ലാം ദൈവം പ്രപഞ്ചത്തെ, ആകാശത്തെ, ഭൂമിയെ ഒക്കെ വളരെ അതിശയകരമായി, അത്ഭുതകരമായി സൃഷ്ടിച്ചപ്പോൾ കൃത്യമായ കണക്കുകളോടുകൂടിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്, ഭൂമി ഒരു 23 ഡിഗ്രി ചരിഞ്ഞാ നിൽക്കുന്നതാണ്. അത് കറങ്ങുന്നുണ്ട് 23 ഡിഗ്രി ചരിഞ്ഞ. പണ്ട് അതിന്റെ ഉദ്ദേശം പലർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കണ്ടെത്തിയിരിക്കുന്നത്, ആ ചരിവില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ഈ നല്ല കാലാവസ്ഥ, വ്യത്യസ്തമായ കാലാവസ്ഥ ഉണ്ടാകത്തില്ല. ഭൂമിയുടെ നിലനിൽപ്പിനെ അത് ബാധിച്ചേനെ. അപ്പൊ ആ ചരിവ് വെറും ഒരു ചരിവല്ല, ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരു ചരിവാണ്. അതുപോലെ ഭൂമിയുടെ കറക്കത്തിന്റെ സ്പീഡ്, സൂര്യന്റെ സ്പീഡ്, നക്ഷത്രങ്ങളുടെ ആ വേഗത, ഇതെല്ലാം പഠിച്ചു വരുമ്പോൾ ഇത് വെറുതെ ആകസ്മികമായിട്ട് വന്നതല്ല, കൃത്യമായ കണക്കുകളോടുകൂടിയാണ്. അതുകൊണ്ടാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: സത്യം തെളിയിക്കുന്നതിനായി ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന പൊതുഭാഷയാണ് സംഖ്യകൾ, കണക്കുകൾ. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് കൃത്യമായ കണക്കുകളോടുകൂടിയാണ്. ബൈബിളിലെ 4-ാമത്തെ പുസ്തകത്തിന്റെ പേര് നിങ്ങൾക്കറിയാവല്ലോ. 1-ാമത്തേത് ഉൽപ്പത്തി, 2 പുറപ്പാട്, 3 ലേവ്യ. 4-ാമത്തേതിലേക്ക് വരുമ്പോൾ ആ പേരിൽ തന്നെ ഒരു സംഖ്യയുണ്ട്, സംഖ്യകൾ, നമ്പേഴ്സ്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സംഖ്യകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്, കണക്കിന് വളരെ പ്രാധാന്യമുണ്ട്. കണക്കിന്റെ ഒത്തിരി വിശദാംശങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് നമ്മൾ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ബൈബിളിൽ ആവർത്തിച്ചിരിക്കുന്ന സംഖ്യകളുടെ ഒരു ആത്മീയ പ്രാധാന്യം, അതാണ് നമ്മൾ ഇന്നത്തെ ഈ ചെറിയ പ്രഭാഷണത്തിൽ മനസ്സിലാക്കുക. ബൈബിളിൽ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ചില പ്രധാനപ്പെട്ട സംഖ്യകളുടെ ഒരു ആത്മീയ അർത്ഥം. 0 അല്ലെങ്കിൽ ശൂന്യം, ഒന്നുമില്ലായ്മ, 0, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണല്ലോ. 0 മാത്രം എഴുതുമ്പോൾ വിലയില്ലെങ്കിലും 1-ന്റെ വലത്ത് ഭാഗത്ത് 0 വരുമ്പോൾ 10 ആയി, 2 0 വരുമ്പോൾ 100 ആയി, 3 0 വരുമ്പോൾ 1000 ആയി,
അങ്ങനെ കോടിക്കണക്കിന് സംഖ്യകൾ എഴുതുമ്പോൾ പൂജ്യത്തിന് വിലയായി. അപ്പോൾ മൂല്യമുള്ള ഒരു സംഖ്യയുടെ വലതുഭാഗത്തേക്ക് പൂജ്യം വരുമ്പോൾ വിലയായി. അപ്പോൾ പൂജ്യത്തിന് വിലയുണ്ടേ എന്ന് അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഇതുപോലെ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ആദ്യം രക്ഷ സ്വീകരിച്ച ശേഷം പിന്നെ ചെയ്യുന്ന ഓരോ സൽപ്രവർത്തികളും പൂജ്യം പോലെയാണ്. പൂജ്യം മാത്രമേ ഉള്ളെങ്കിൽ വിലയില്ല. പക്ഷെ രക്ഷ സ്വീകരിച്ച് ദൈവമകനായി തീർന്ന ശേഷം പിന്നെ അതിനോട് എത്ര സൽപ്രവൃത്തി ചേർത്താലും മൂല്യം കൂടുകയാണ്. അപ്പൊ രക്ഷ പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾക്ക് അത് വിലയുള്ളതാ. നല്ല പ്രവർത്തികൾ വിലയുള്ളതാ. ഇന്ന് ഈ സന്ധ്യയെങ്കിലെ നമ്മൾ ഈ യോഗത്തിൽ പങ്കെടുത്ത ആത്മീയ സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ ചെലവഴിക്കുന്ന ഈ സമയവും മൂല്യമുള്ളതായി തീരുകയാണ്. അപ്പൊ ശൂന്യം, ഒന്നുമില്ലായ്മ, ഇല്ല, നത്തിങ്, നോ, ഈ വാക്കുകളൊക്കെ ബൈബിളിൽ 650 പ്രാവശ്യമുണ്ട്. 650 പ്രാവശ്യം. അതില് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് പലയിടത്തും പറയും. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച ദൈവം. നമ്മളും പാടാറില്ലേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്റെ സ്വരൂപത്തിൽ നിന്നുടെ ഛായയിൽ എന്നെ സൃഷ്ടിച്ചു. അപ്പോൾ ശൂന്യതയിൽ നിന്ന് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ആ ശൂന്യതയെ നിറവുള്ളതാക്കി ദൈവം തീർത്തു. നമ്മുടെ ജീവിതത്തിലും ചില മേഖലയിലേക്ക് നോക്കുമ്പോൾ ശൂന്യതയാ കാണുന്നെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ ശൂന്യതയിൽ നിന്ന് നിറവുളവാക്കുവാൻ ദൈവത്തിന് കഴിയും. എത്ര ശൂന്യത ആണ് മുൻപിലെങ്കിലും വിശ്വസിച്ചാൽ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലും ശൂന്യതയുടെ നടുവിൽ നല്ലത് കൊണ്ടുവരുവാൻ, ശ്രേഷ്ഠകരമായത് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനാണ് ദൈവം. അപ്പോൾ നല്ലതൊക്കെ ദൈവം സൃഷ്ടിച്ച് ശൂന്യമായ ഭൂമിയെ നന്മ കൊണ്ട് നിറച്ചു. ഇതുപോലെ തന്നെ മറ്റൊരർത്ഥം കൂടിയുണ്ട് ശൂന്യതയ്ക്ക്. പാപം, തിന്മകൾ, ദോഷം, മരണം, ശാപം, ഇതെല്ലാം സമ്പൂർണമായി ദൈവം മാറ്റുമെന്ന് വെളിപ്പാട് അവസാനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് 21 ആദ്യ വാക്യങ്ങളില് പാപം, ശാപം, കഷ്ടത, ദുഃഖം, മുറവിളി, മരണം, ഇതെല്ലാം പൂർണ്ണമായും മാറ്റും, ഇല്ലാതാക്കും. അപ്പോൾ തിന്മയായതെല്ലാം മാറ്റിക്കൊണ്ടും ശൂന്യതയ്ക്ക് ഒരു മൂല്യം ബൈബിൾ നൽകുക. അങ്ങനെയാണെങ്കിൽ ഇല്ലാത്തത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മയായത് ഉളവാക്കുക മാത്രമല്ല, ഇപ്പോൾ ഉള്ള ദോഷകരമായ കാര്യങ്ങൾ, ദോഷകരമായ ചിന്തകൾ, പാപങ്ങൾ, ദോഷകരമായി നമുക്കെതിരെ നിലനിൽക്കുന്ന ആ ദോഷശക്തികൾ, അതിനെയൊക്കെ മാറ്റാനും ദൈവത്തിന് കഴിയും. അതൊക്കെ നീക്കി ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ, ഭാവിയിൽ ഭൂമിയെ തന്നെ നയിക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്ന ഒരർത്ഥം, ശൂന്യതയിൽ നിന്നൊരു നിറവ്, ദോഷകരമായ നിറവുകളാണ്, ദോഷകരമായ ശക്തികളാണ് മുൻപിൽ കിടക്കുന്നതെങ്കിൽ അതിനെ സമ്പൂർണമായി മാറ്റിക്കൊണ്ട് ജയമൊരുക്കുന്ന ഒരു ദൈവം. ഈ രണ്ടർത്ഥങ്ങൾ പൂജ്യം നമുക്ക് നൽകുന്നുണ്ട്, ശൂന്യത നൽകുന്നുണ്ട്. കാരണം നാം സേവിക്കുന്ന ദൈവം മഹാദൈവമാണ്. ശൂന്യതയിൽ നിന്ന് അവനെ നിറയ്ക്കുവാൻ കഴിയും. അതോടൊപ്പം തന്നെ വെല്ലുവിളി എത്ര വലുതാണെങ്കിലും ആ വെല്ലുവിളികളെ സമ്പൂർണമായി മാറ്റിക്കൊണ്ട് അവിടെ നമുക്ക് ജയമൊരുക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മളൊരു ക്ലാസ് ആണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ വചനം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ ഈ വാക്കുകൾ വിടുതലായിക്കൂടെ വ്യാപരിക്കും, ദൈവപ്രവൃത്തിയായി വെളിപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ശുശ്രൂഷയിലുമൊക്കെ തടസ്സങ്ങൾ, വെല്ലുവിളികൾ തടസ്സമായി സാത്താൻ ഉയർത്തുന്നെങ്കിൽ അതിനെയൊക്കെ മാറ്റി ജയമൊരുക്കുവാനും ദൈവത്തിന് കഴിയും. അങ്ങനെ ശൂന്യതയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ശൂന്യതയിൽ നിറയ്ക്കുന്ന ദൈവം, ശൂന്യത കൊണ്ട് നിറഞ്ഞ മണ്ഡലത്തിൽ അതിനെയൊക്കെ മാറ്റി നന്മയൊരുക്കുന്ന ദൈവം. അപ്പോൾ ശൂന്യതയ്ക്ക് അർത്ഥമുണ്ട് പൂജ്യത്തിന്. രണ്ടാമത്തെ ഒരു സംഖ്യ ശ്രദ്ധിക്കേണ്ടത് 1 എന്നുള്ളതാണ്. 1, അതിനുള്ള അർത്ഥം, പ്രധാന അർത്ഥം ഏകത്വം എന്നുള്ളതാണ്. 1, ഏകം, ഒരു. ഈ ഒരു വാക്ക് ബൈബിളിൽ 1970 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 1970 ടൈംസ്, 1970 പ്രാവശ്യം ഈ ഒരു വാക്ക് പല വിധത്തിൽ വരുന്നുണ്ട്. 1, ഏകം, ഒരു, ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു നമ്പറാണ് 1. 1 എന്ന് പറയുമ്പോൾ ഏകത്വം കാണിക്കുക. ആവർത്തനം 6:4 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ദൈവമായ യഹോവ ഏകൻ തന്നെ, ഏകൻ തന്നെ. അപ്പോൾ ഏകത്വം വെളിപ്പെടുത്തുക. ഏക സത്യ ദൈവം, ഏക ദൈവം, ജീവനുള്ള ദൈവം, മനുഷ്യൻ ഏകനിൽ നിന്നുണ്ടായി. അപ്പോൾ ഏകത്വം, ഒന്നിനെ തന്നെ കാണിക്കുക, ഏകത്വം കാണിക്കുക. അതോടൊപ്പം തന്നെ 1 എന്ന് പറയുമ്പോൾ ആദ്യത്തേതിനെ കാണിക്കുക. യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുന്നത് മരിച്ചവരിൽ ആദ്യ ഫലമായി. അപ്പോൾ 1 ഒരു അർത്ഥം ആദ്യത്തേത് എന്നൊരു അർത്ഥമുണ്ട്. 1 ഏകത്വത്തെ കാണിക്കുന്നു, ആദ്യത്തേത് എന്നൊരു അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ,
ഇനി നടക്കത്തില്ലെന്ന് വിചാരിക്കുന്നെങ്കിൽ അതിനെ ഒരു ആദ്യഫലമായി ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. ആദ്യമായി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ആദ്യമായി ചെയ്തു എന്ന് പറയത്തക്ക നിലയിൽ, ആദ്യമായി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയത്തക്ക നിലയിൽ, ആദ്യം എന്ന നിലയിൽ ചില അനുഗ്രഹങ്ങൾ, ചില ദൈവികമായ ഉണർവുകൾ ഒക്കെ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ചില അനുഗ്രഹങ്ങൾ ആദ്യമായി ഈ വർഷം എനിക്ക് കിട്ടി, ഈ നാളുകൾ ഞാൻ അനുഭവിക്കും എന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകട്ടെ. ആദ്യമായി എന്ന് പറയത്തക്ക നിലയിൽ ചില ദൈവിക പ്രവൃത്തികൾ കർത്താവ് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ മിനിസ്ട്രിയിൽ ചെയ്യും. സഭാ ചരിത്രത്തിൽ, സഭാ മണ്ഡലത്തിൽ ചെയ്യും. മുൻപൊരിക്കലും നടക്കാത്തത്, മുൻപൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്തത്, മുൻപൊരിക്കലും കേട്ടിട്ടില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കർത്താവ് ശക്തനാണ്. ആദ്യമായി അനുഭവിക്കുന്നു എന്ന് പറയത്തക്ക നിലയില് ചില ശ്രേഷ്ഠ കാര്യങ്ങൾ കർത്താവ് ഈ വചനം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ ഞാനത് വിശ്വസിക്കുന്നു, ദൈവാത്മാവിൽ ഞാനത് കാണുന്നു. ആദ്യത്തേതെന്ന് പറയത്തക്ക നിലയില് ചില പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുകയാണ്. ആദ്യത്തേത്. ഒന്നിനെ മൂന്നാമതൊരർത്ഥം കൂടിയുണ്ട്, തുല്യത. ഇതും പ്രധാനപ്പെട്ടതാണ്, തുല്യത. ഞാനും പിതാവ് ഒന്നാകുന്നു. യോഹന്നാൻ 10:30. ഞാനും പിതാവ് ഒന്നാകുന്നു, തുല്യത. ഇത് മാനുഷിക കണക്കുകൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത്, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ കണക്കുകൾ നമ്മുടെ കൃത്യതയ്ക്കും അപ്പുറമാണ്. അത് ദൈവികമായ കൃത്യതയാണ്, നമ്മുടെ ബുദ്ധിക്ക് അത് അതീതമാണ്. അപ്പോൾ ഞാനും പിതാവും ഒന്നാകുന്നു. ഗലാത്യർ 3:20 വായിക്കുന്നത്, ക്രിസ്തുവിൽ ആണെന്നും പെണ്ണെന്നുമില്ല, യഹൂദനെന്നും യവനനെന്നുമില്ല, ശകനെന്നും ദാസനെന്നുമില്ല, സ്വതന്ത്രനെന്നും ദാസനെന്നുമില്ല, എല്ലാവരും ഒന്നത്രേ. അവിടെ തുല്യതയാണ്. നമ്മളൊക്കെ പല പശ്ചാത്തലത്തിൽ ജനിച്ച്, അല്ലെങ്കിൽ ലോകത്തിലെ ദൈവമക്കൾ പല രാജ്യങ്ങളിൽ ജനിച്ച് കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ ക്രിസ്തുവിൽ അവരെ ഒന്നത്രേ, തുല്യത. അപ്പോൾ ഒന്നിനുള്ള ഈ 3 അർത്ഥങ്ങൾ, ഒന്ന് ഏകത്വം എന്ന അർത്ഥമുണ്ട്, ആദ്യത്തേതെന്ന അർത്ഥമുണ്ട്, തുല്യത എന്ന അർത്ഥമുണ്ട്. ഈ അർത്ഥങ്ങളിൽ ബൈബിളിലെ ഒന്ന് അനേക പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നിന്റെ ആ മൂല്യം മറക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾ ആദ്യമായി അനുഭവിച്ചു എന്ന് പറയത്തക്ക നിലയിൽ കർത്താവ് ഈ ദിവസങ്ങൾ ചെയ്യും. അത് നമ്മുടെ ജീവിതത്തില് അങ്ങനെ ചില നന്മകൾ ദൈവം ഒരുക്കും. ഇനി ഞാൻ 2ലേക്ക് വരികയാണ്. 2 എന്ന് പറയുന്ന നമ്പര് 835 പ്രാവശ്യം ബൈബിൾ വചനങ്ങളിൽ കാണുവാൻ കഴിയും. 2 എന്ന് പറയുന്ന ആ സംഖ്യ 835 പ്രാവശ്യം. 2-ന് 4 പ്രധാന അർത്ഥങ്ങളാണ് ബൈബിളിലുടനീളം കാണുവാൻ കഴിയുന്നത്. ഒന്ന്, നമ്മുടെ കടപ്പാടുകൾ 2 തരത്തിലാണ്. ദൈവത്തോടും നമുക്ക് കടപ്പാടുണ്ട്, മനുഷ്യരോടും കടപ്പാടുണ്ട്. ക്രൂശിന് 2 തടികളുണ്ട്. ഒന്ന് അത് വെർട്ടിക്കലായിട്ടിരിക്കുന്നു, ദൈവത്തോടുള്ള ബന്ധത്തെ കാണിക്കുന്നു. ഒന്ന് ക്രോസ് ആയിട്ടിരിക്കുന്നു, ഹൊറിസോണ്ടലായിട്ടിരിക്കുന്നു, അത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള കടപ്പാട്, മനുഷ്യനോടുള്ള കടപ്പാട്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. ന്യായപ്രമാണം ചുരുക്കി കർത്താവ് പറഞ്ഞല്ലോ 2 കൽപ്പനകളില്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പൊ 2 തരത്തിലുള്ള കടപ്പാടുകളാണ് ദൈവം മനുഷ്യനെ, ദൈവമക്കൾക്ക് വെച്ചിരിക്കുന്നത്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, നമ്മെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇപ്പൊ 2 എന്ന് പറയുമ്പോൾ 2 തരം കടപ്പാടുകളെ സൂചിപ്പിക്കുന്നു. 2-ന് മറ്റൊരു പ്രധാന അർത്ഥമുണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കണം. ആത്മീയ ഐക്യതയെ കാണിക്കുക. കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് ആളുകളെ അയച്ചപ്പോൾ ഈരണ്ടായി അയച്ചു എന്ന് മർക്കോസ് 6:7 നമ്മൾ വായിക്കുന്നുണ്ട്. ഈരണ്ടായി അയച്ചു, ഒന്നിച്ചു പോകാൻ പറഞ്ഞു. പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്തു. മത്തായി 18:19. 2 പേര് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ. അപ്പൊ ആത്മീയ ഐക്യതയെ കാണിക്കുക. 2 പേര് ഒന്നിച്ചു പോയി വേല ചെയ്യുക, 2 പേര് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. ഫലം ഇരട്ടിയാകുമെന്നല്ല, അനേക ഇരട്ടിയാകും. ഒരുവൻ 1000 ഓടിക്കും, ബൈബിളിലെ ഒരു വചനമാണ്. 20 2000 ഓടിക്കുമെന്നല്ല, 20 10,000 ഓടിക്കും. 10 ഇരട്ടി ശക്തിയാണ്. വളരെ ബുദ്ധിമുട്ടാ ദീർഘകാലം ഒന്നിച്ച് ഐക്യതയോടെ നിൽക്കാൻ. കാരണം മനുഷ്യനെന്ന നിലയിൽ നമ്മൾ അകന്നു പോകും. പക്ഷേ അങ്ങനെ നിന്നാൽ, ഒന്നിച്ച് വേലയിൽ നിന്നാൽ, ഒന്നിച്ച് പ്രാർത്ഥനയിൽ നിന്നാൽ, ഒന്നിച്ച് കൂട്ടുവിശ്വാസികളായി നിന്നാൽ, ഐക്യതയോടെ നിന്നാൽ ഫലം ഇരട്ടിയെന്നല്ല, 10 ഇരട്ടിയാണ്. പത്രോസും യോഹന്നാനും ഒക്കെ ഒരു കാലം ഒന്നിച്ചു നിന്നു. പൗലോസ് വളരെ ശക്തിയുള്ള ശുശ്രൂഷകനാണെങ്കിലും മിക്കപ്പോഴും ഒറ്റയ്ക്കല്ല പോയത്. കൂടെ തീമത്യോസിനെയോ ശീലാസിനെയോ മർക്കോസിനെയോ ലൂക്കോസിനെയോ ഒക്കെ കൊണ്ടുപോയി ഒന്നിച്ച് വേല ചെയ്ത്.
ഒന്നിച്ചു നിൽക്കുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അഭിപ്രായങ്ങളിലെ ആശയങ്ങളിൽ അല്പം വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഒന്നിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഒന്നിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ഒന്നിച്ച് ചെയ്താൽ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ സഭ, ദൈവമക്കൾ, ദൈവദാസന്മാർ നമ്മുടെ രക്ഷ ഒന്നാകൊണ്ട്, ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം ഒന്നാകൊണ്ട്, ഐക്യമത്യപ്പെടുവാൻ കഴിയുന്ന എല്ലാ മേഖലയിലും ഐക്യമത്യപ്പെട്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ഒന്നിച്ചു നിന്നാൽ സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. വലിയ പ്രവൃത്തി നമ്മുടെയൊക്കെ ദേശങ്ങളിൽ വെളിപ്പെടും. രണ്ട്, ആത്മീയ ഐക്യതയെ കാണിക്കുക. അതുകൊണ്ട് ഐക്യതയ്ക്കൊക്കെ വിരോധമായി ഇരുന്ന അനാവശ്യമായിരിക്കുന്ന ദോഷവിചാരങ്ങളൊക്കെ മാറിപ്പോകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഗുഡ് ന്യൂസിന്റെ പ്രവർത്തന തത്വങ്ങളിൽ ഒന്ന് തന്നെ ഐക്യതയോടെ സഭ നിൽക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു തലമാണല്ലോ ആത്മീയ ഐക്യത. രണ്ട് എന്ന് പറയുന്നത് പ്രാധാന്യത്തെ കൂടെ കാണിക്കുക. വിശുദ്ധ ബൈബിളിലെ 10 പേരെ ദൈവം വിളിക്കുമ്പോൾ അവരുടെ പേര് ആവർത്തിച്ച് വിളിക്കുന്നുണ്ട്. ശമുവേലേ, ശമുവേലേ, മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കും. ഇങ്ങനെ 10 പേരെ കർത്താവ് വിളിക്കുമ്പോൾ ആവർത്തിച്ച് പേര് ആവർത്തിക്കുന്നുണ്ട്. മോശേ, മോശേ. അത് പ്രാധാന്യത്തെ കാണിക്കുക. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ നേരം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിളിയുടെ ഒരു സമയത്താ കർത്താവ് അങ്ങനെ ഉപയോഗിച്ചത്. അപ്പോൾ ഒരു കാര്യം നമ്മളോട് ജീവിതത്തിൽ ദൈവം ആവർത്തിക്കുന്നെങ്കിൽ, പ്രത്യേകിച്ച് 2 പ്രാവശ്യം ആവർത്തിക്കുന്നെങ്കിൽ അതിനൊരു പ്രാധാന്യമുണ്ടെന്നാണ്. അതുകൊണ്ടാണ് 63-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവ ഒരിക്കൽ അരുളി ചെയ്തു. 62-ാം സങ്കീർത്തനം 11-ാം വാക്യം, യഹോവ ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. അപ്പൊ ദൈവശബ്ദത്തിന്റെ ഒരു പ്രത്യേകത മുഴക്കം, വീണ്ടും കേൾക്കും, മനസ്സിൽ മുഴങ്ങും. ഇന്ന് ദൈവശബ്ദം നമ്മൾ ഈ യോഗത്തിൽ കൂടെ കേൾക്കുന്നെങ്കിൽ ഈ സൂം ഓഫ് ചെയ്ത് മാറുമ്പോൾ ആ ശബ്ദം നിന്നു പോകത്തില്ല. ഇങ്ങനെയാണെങ്കിൽ അത് മനുഷ്യ ശബ്ദം മാത്രമാണ്. എന്നാൽ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇതിലെ ദൈവശബ്ദം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങും, വീണ്ടും അലയടിക്കും. അപ്പൊ ദൈവശബ്ദം മുഴങ്ങുന്നതാണ്, ആവർത്തിക്കുന്നതാണ്. ഇപ്പൊ 2 എന്ന നമ്പറിനെ 2 തരം കടപ്പാടുകളുടെ ഒരു സൂചന. ദൈവത്തോടുള്ള കടപ്പാട്, മനുഷ്യനോടുള്ള കടപ്പാട്. 2 എന്ന സംഖ്യയ്ക്ക് ആത്മീയ ഐക്യത, ആത്മീയ ഐക്യത. 2 എന്ന സംഖ്യ പ്രാധാന്യത്തെ, ഉറപ്പിനെ കാണിക്കുക, പ്രാധാന്യത്തെ കാണിക്കുക. യേശുവിന്റെ ജനന വാർത്തയൊക്കെ അറിയിക്കാൻ ഒരു ദൂതനെ അയച്ചുള്ളൂ, ഗബ്രിയേൽ ദൂതൻ. ആ ഗബ്രിയേൽ വന്ന് മറിയോട് ദൂത് അറിയിച്ചു. പക്ഷെ യേശു സ്വർഗാരോഹണം ചെയ്യാൻ നേരം മടങ്ങി വരവിന്റെ വാർത്ത അറിയിക്കാൻ ഒരു ദൂതനെ അല്ല അയച്ചത്, വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. എന്തുകൊണ്ടായിരിക്കും? അത് എത്രയും ഉറപ്പുള്ള കാര്യമാണ്. മനുഷ്യൻ കൂടുതൽ സംശയിക്കാൻ അന്ത്യകാലത്ത് സാധ്യതയുണ്ട്. പക്ഷെ എത്രയും ഉറപ്പുള്ള കാര്യമാണ്. വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ വന്നിട്ട് പറയുകയാണ്, നിങ്ങളെ ഈ കാണുന്ന യേശു വീണ്ടും മടങ്ങി വരും, ഉറപ്പിച്ചു പറയുക. ഇപ്പൊ 2 ഉറപ്പിനെ കാണിക്കുക. പിന്നെ 2 എന്ന് പറയുന്നത് വിഭിന്നതയെ കൂടെ കാണിക്കുന്നുണ്ട്. മനസ്സുള്ളവൻ തന്റെ വഴിയിലൊക്കെ അസ്ഥിരനാകുന്നു, യാക്കോബ് 1:8. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായിരിക്കുന്ന ഒരു വിഭിന്നത നമ്മുടെ ഉള്ളിലെ മറ്റുള്ളവരുടെ ഉള്ളിൽ വരാൻ പാടില്ല. അത് ദൈവപ്രവൃത്തിക്ക് തടസ്സമാണ്. മുഖപക്ഷം, ഒരാളോട് ഒരു മനോഭാവം, മറ്റൊരാളോട് മറ്റൊരു മനോഭാവം, ഒരാൾക്ക് ഒരളവിൽ തൂക്കിക്കൊടുക്കുന്നു, മറ്റൊരാൾക്ക് വേറൊരളവിൽ തൂക്കിക്കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കള്ളത്തുലാസ് അല്ലെങ്കിൽ വിഭിന്നത, മുഖപക്ഷം, അത് പാടില്ല എന്ന് തിരുവെഴുത്ത് ഓർപ്പിക്കുന്നു. ഇനി ഞാൻ 3ലേക്ക് വരട്ടെ. 3 അത് ദൈവിക ആളത്വ പൂർണ്ണതയുടെ ഒരു നമ്പരായിട്ടാണ് ബൈബിൾ പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്. ദൈവിക ആളത്വ പൂർണ്ണത. കാരണം നാം വിശ്വസിക്കുന്ന, ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തില് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്നല്ല ബൈബിൾ പറയുന്നത്, നാമത്തിൽ. അപ്പോൾ 3 പേരുണ്ട്, പക്ഷേ ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രാമർ അനുസരിച്ച് അത് തെറ്റാ, കാരണം നാമങ്ങൾ എന്ന് പറയണം. പക്ഷെ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന, യേശു പറഞ്ഞത് നാമത്തിൽ, നെയിം ഓഫ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ ദൈവിക ആളത്വത്തിൽ 3 പേരുണ്ട്, 3 ആളത്വമുണ്ട്. ദൈവത്വത്തിൽ 3 ആളത്വം. അത് നമ്മുടെ ബുദ്ധിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിലും വിശ്വസിക്കണമെന്ന് തിരുവെഴുത്ത് ആവർത്തിച്ച് നമുക്ക് സൂചനകൾ നൽകുക. അതുകൊണ്ടാണ് അപ്പോസ്തോലിക ആശീർവാദത്തിലും 2 കൊരിന്ത്യർ 13:14 കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, അവിടെയും ആ 3 വ്യക്തികളെ ഒന്നിച്ചു പറഞ്ഞിരിക്കുക. അപ്പോൾ 3 ഒരു പ്രധാനപ്പെട്ട സംഖ്യയാണ്. 485 പ്രാവശ്യം 3 എന്ന് പറയുന്ന നമ്പർ ബൈബിൾ വചനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 1 ദൈവിക ആളത്വ പൂർണ്ണത. 2 3 എന്ന് പറയുന്നത് ഉയർപ്പിനെ കാണിക്കുക. യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തു. കല്ലറയുടെ ശക്തികളെ തോൽപ്പിച്ച്, കല്ലിന്റെ ശക്തികളെ, അല്ലെങ്കിൽ അവിടെ നിന്ന പടയാളികൾ
വിരോധ ശക്തികളെ, സാത്താന്യ ശക്തികളൊക്കെ തോൽപ്പിച്ച് യേശു 3-ാം ദിവസം ഉയർത്തു. ഹോശേയ 6:2 ഇസ്രായേലിനോട് ഒരു പ്രവചനം പറഞ്ഞു, ഞാൻ നിന്നെ അടിക്കും, നീ മുറിവേൽക്കും, 2 ദിവസം നീ അങ്ങനെ കഴിയും, പക്ഷെ 3-ാം ദിവസം ഞാൻ നിന്നെ ജീവിപ്പിക്കും. ഇസ്രായേലിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാല് ഏകദേശം BC 48 ഔദ്യോഗികമായിട്ട് ആ രാജ്യം ചിതറപ്പെട്ടു, അല്ലെങ്കിൽ ഇല്ലാതായി. 2000 വർഷം കഴിഞ്ഞപ്പോൾ, കൃത്യം 2000 വർഷം കഴിഞ്ഞപ്പോൾ, 2 ദിവസം കഴിഞ്ഞപ്പോൾ, പ്രവചന ഭാഷയിൽ 1948 ആയപ്പോൾ ആ രാജ്യം ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടു. പല മേഖലയിലും അവരെ തളർത്തു വരുന്നു. അപ്പോൾ ഇസ്രായേലിനുള്ള ബന്ധത്തിലാണെങ്കിലും യേശുവിനുള്ള ബന്ധത്തിലാണെങ്കിലും 3 ഉയർപ്പിനെ കാണിക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വിശ്വസിക്കുന്നെങ്കിൽ തളർന്നു പോയെടുത്ത്, താണു പോയെടുത്ത്, ഇനി സാധ്യതയില്ല എന്ന് തോന്നുന്നിടത്ത്, മരവിച്ചെടുത്ത്, എല്ലാം പ്രതീക്ഷയും അസ്തമിച്ചെടുത്ത്, ഒത്തിരി തടസ്സങ്ങൾ സാത്താനും ലോകവും കൊണ്ടുവച്ചെടുത്ത് ഒരു ആത്മീയ ഉയർപ്പ് തരാൻ നമ്മുടെ ദൈവത്തിനും കഴിയും. ശുശ്രൂഷയിൽ ഉയർപ്പ് വരുത്തുവാൻ, ആത്മീയ ജീവിതത്തിൽ ഉയർപ്പ് വരുത്തുവാൻ, നമ്മുടെ ജീവിത മേഖലയിൽ ഉയർപ്പ് വരുത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ചില ഉയർപ്പ് ജീവിത മേഖലകളിലെ, ശുശ്രൂഷകളിലെ ഒക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ വരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. സജീവമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. വീണ്ടും മരവിച്ചു പോയെടുത്ത് അല്ലെങ്കിൽ ശക്തി ശോഷിച്ചെടുത്ത് ആത്മാവിൽ കരുത്ത് പകരുവാൻ കർത്താവിന്റെ കൃപ ആവരിക്കുന്നുണ്ട്. കഴുകനെ പോലൊരു യുവത്വം പ്രാപിച്ച് ആത്മീയത്തിലെ ഈ ദിവസങ്ങളിൽ ഉണർന്നു വരുവാൻ കർത്താവിന്റെ കൃപ ഈ സൂമീറ്റിൽ വ്യാപരിക്കുന്നുണ്ട്. അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് ഈ യോഗത്തിലും വ്യാപരിക്കട്ടെ. ഇപ്പോൾ 3 ഒരു ഉയർപ്പിനെ കാണിക്കുക. ദൈവിക ആളത്വ പൂർണ്ണത, അതോടൊപ്പം തന്നെ ഉയർപ്പിനെ കാണിക്കുക. 4 എന്ന സംഖ്യ അത് ബൈബിളിലെ 328 പ്രാവശ്യം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 4 ഭൗമിക പൂർണ്ണതയെ കാണിക്കുക. ഭൂമിക്ക് 4 ദിക്കുകളാണ്: തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ സുവിശേഷം 4 മേഖലയിൽ അറിയിക്കാൻ പറഞ്ഞു. യെരുശലേം, യഹൂദ്യ, ശമരിയ, ഭൂമിയുടെ അറ്റം. അപ്പോൾ 4 എന്ന് പറയുന്ന ഒരു ഭൗമിക പൂർണ്ണത. ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു, പക്ഷെ 4 സുവിശേഷങ്ങളാണ് എഴുതപ്പെട്ടത്. അപ്പോൾ ഈ ഒരു യോജിപ്പ് യാദൃശ്യമായി വന്നതല്ല, ദൈവത്തിന്റെ ഒരു കണക്കിന്റെ പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് ഞാൻ കൽപ്പിക്കും, വടക്കിനോട് വിട്ടുതരിക എന്ന് ഞാൻ പറയും, കിഴക്ക് നിന്നും പടിഞ്ഞാറു നിന്ന് ഞാൻ ശേഖരിക്കും. ഇസ്രായേലിനോട് ബന്ധത്തിൽ അത് സത്യമായിരുന്നു. ഇതുപോലെ സഭയോടുള്ള ബന്ധത്തിലും തെക്ക് നിന്നും വടക്കു നിന്നും കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും ആത്മാക്കളെ കൊണ്ടുതരാൻ ദൈവശക്തന. നിങ്ങളായിരിക്കുന്ന പ്രാദേശിക സഭയുടെ 4 പാടിൽ നിന്നും നിങ്ങളുടെ സഭയിലേക്ക് ദൈവം ആളുകളെ കൊണ്ടുവരും. വിശ്വസിക്കാമോ? ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലം പുതിയ സ്ഥലമായിരിക്കാം, കഠിനതയുള്ള സ്ഥലമായിരിക്കാം, ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരിക്കാം, വിജാതീയരുള്ള സ്ഥലമായിരിക്കാം, എതിർപ്പുകൾ ഒത്തിരി ആയിരിക്കാം, അനേക നാളുകളായി അവിടെ ഫലമൊന്നും കണ്ടില്ല എന്ന് വന്നേക്കാം. പക്ഷെ കർത്താവിന് ദിക്കുകളുടെ മേൽ അധികാരമുണ്ട്. 4 ദിക്കിന്റെ മേൽ അധികാരമുണ്ട്. 4 കൊമ്പുകളെ സാത്താൻ അയച്ചെങ്കിൽ അതിനെ തകർക്കേണ്ടതിനായി 4 കൊല്ലന്മാരെ ദൈവം അയച്ച് അന്ന് ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് ഈ യോഗത്തിലും ദൈവം ചിലരോട് ദൂത് പറയുകയാണ്, 4 ദിക്കിലും അധികാരമുള്ള കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കും. അവിടുന്ന് വടക്കിനോട് പറഞ്ഞാൽ വടക്ക് വിട്ടു തരും. തടുത്തു വെക്കരുതെന്ന് ദൈവം തെക്കിനോട് പറഞ്ഞാൽ തെക്ക് നിന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടും. കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും കർത്താവിന് ആളുകളെ കൊണ്ടുവരുവാൻ കഴിയും. അപ്പോൾ 4 ഭൗമിക പൂർണ്ണതയെ കാണിക്കുക. സുവിശേഷം 4 എന്ന് പറയുന്നത് പോലെ 4 മേഖലയിലേക്ക് നിങ്ങൾ സുവിശേഷമായി പോകണമെന്ന് പറഞ്ഞതുപോലെ 4 ദിക്കിന്റെ മേലും അധികാരമുള്ള ദൈവം നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, 4 മണ്ഡലങ്ങളിലും 4 ദിക്കുകളിൽ നിന്നും ദൈവം തന്റെ ജനത്തെ ഈ ദിവസങ്ങൾ ചർച്ചിലേക്ക് കൊണ്ടുവരും. ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. 5 വരട്ടെ. 5 കൃപയുടെയും സത്യത്തിന്റെയും നമ്പർ എന്നാ പറയുന്നത്. കൃപയും സത്യവും. യേശു ലോകത്തിൽ വന്നപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്തു. 345 പ്രാവശ്യം 5 എന്ന സംഖ്യ ബൈബിൾ വചനങ്ങളിലുണ്ട്. ഞാൻ ഈ നമ്പർ പറയുമ്പോൾ ബൈബിളിലെ അധ്യായങ്ങളിലെ നമ്പരോ വാക്യങ്ങളുടെ നമ്പരോ ഒന്നും അതിലില്ല കേട്ടോ. ബൈബിൾ വചനങ്ങളിലെ നമ്പരാ പറയുന്നത്. 345 പ്രാവശ്യം 5 എന്ന സംഖ്യ ബൈബിളിലുണ്ട്. അത് ദൈവകൃപയും സത്യത്തെയും കാണിക്കുക. കാരണം സമാഗമന കൂടാരം പഠിക്കുമ്പോൾ അറിയാം, 5 അന്താഴങ്ങൾ അല്ലെങ്കിൽ 5 കർട്ടൻ, ഇതിനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
സഭയ്ക്ക് ദൈവം ശുശ്രൂഷകന്മാരെ കൊടുത്തു. എഫീസ്യർ 4:11 5 വിധ ശുശ്രൂഷകന്മാരാ, 5 ഫോൾഡ് മിനിസ്റ്റേഴ്സ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടകന്മാർ. കർത്താവ് ഈ ലോകത്തിലേക്ക് കൃപ പകരുന്നു, അല്ലെങ്കിൽ സത്യം വെളിപ്പെടുത്താൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ സ്ഥാപിതമായ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലും സഭയോടുള്ള ബന്ധത്തിലും നമ്മൾ കാണുന്നത് 5-നൊരു പ്രാധാന്യമുണ്ട്. ബുദ്ധിയുള്ള കന്യകമാരെത്ര? 5. ആദ്യത്തെ ആളിന് എത്ര താലന്ത് കൊടുത്തു? 5 താലന്ത് കൊടുത്തു. അവൻ എത്ര നേടി? 5 താലന്തോടെ നേടി. അപ്പോൾ ഇങ്ങനെ 5 കൃപയെ കാണിക്കുക, സത്യത്തെ കാണിക്കുക. അത് രണ്ടും എപ്പോഴും ഒന്നിച്ചാ നിൽക്കുന്നത്, കൃപയും സത്യവും. എവിടെ കൃപയുണ്ടോ അവിടെ സത്യം വെളിപ്പെടും, എവിടെ സത്യമുണ്ടോ അവിടെ കൃപയും വെളിപ്പെടും. കൃപ വെളിപ്പെട്ടിട്ട് സത്യമില്ലെങ്കിൽ ആ കൃപയ്ക്ക് എന്തോ അപാകതയുണ്ടെന്ന് നോക്കണം. കൃപ മാത്രം പറയുന്നവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അളവുകോല് കൂടിയാണ്. ഒരു കൃപ മാത്രമാ പറയുന്നത്, സത്യമില്ലെങ്കിൽ അവിടെ യഥാർത്ഥ കൃപയല്ല. കൃപയുള്ളിടത്ത് സത്യമുണ്ട്, സത്യമുള്ളിടത്ത് കൃപയുമുണ്ട്. അപ്പോൾ ഞാൻ സമയ ചുരുക്ക നിമിത്തം ചുരുക്കി പറയുക, 5 ദൈവകൃപയും സത്യത്തെയും കാണിക്കുക. ദാവീദ് 5 കല്ലെടുത്തു. കാരണം 5 ഫെലിസ്തീയ പട്ടണങ്ങളായിരുന്നു. ഗസ്, ഗത്ത, അസ്കലോൻ, എക്രോൻ എന്നിങ്ങനെ 5 ഫെലിസ്തീയ പട്ടണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അസ്തോദ്. അപ്പോൾ ഈ ഓരോ പട്ടണത്തിലും ഓരോ മല്ലന്മാരുണ്ട്. അന്നേരം ഇറങ്ങി വന്നിരിക്കുന്നത് ഗോലിയാത്ത് മാത്രമാണെങ്കിലും ഒരുപക്ഷെ മറ്റുള്ളവർ കൂടെ ഇറങ്ങി വന്നാൽ അവരെയൊക്കെ തോൽപ്പിക്കണം. ഇതായിരിക്കാം ദാവീദിന്റെ മനസ്സിലെ ചിന്ത. എല്ലാം ഉപയോഗിക്കേണ്ടി വന്നില്ല, ഒറ്റ കല്ല് ഉപയോഗിക്കേണ്ടി വന്നതേ ഉള്ളൂ. ദൈവം ജയം കൊടുത്തു. കല്ലിന്റെ ശക്തി കൊണ്ടല്ല ഗോലിയാത്ത് വീണത്. കല്ലിന്റെ ശക്തി കൊണ്ടാണെങ്കിൽ പുറകോട്ടെ വീഴത്തുള്ളൂ. കാരണം കല്ല് വന്ന് നെറ്റിയിൽ പതിക്കുമ്പോൾ കല്ലുകൊണ്ട് ശക്തി കൊണ്ടാ വീണെങ്കിൽ അവൻ പുറകോട്ട് മലന്ന് വീണെന്നാണ് എഴുതേണ്ടത്. പക്ഷെ ബൈബിളിൽ മലന്ന് വീണെന്നല്ല എഴുതിയിരിക്കുന്നത്, അവൻ കവിണ് വീണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ദാവീദ് കല്ല് തൊടുത്തു വിട്ടു എന്നുള്ള സത്യമാ. പക്ഷെ ദൈവം ഒരു ദൂതനെ അവിടെ ആക്കി. ആ ദൂതൻ അവനെ തള്ളിയിട്ടു. ഇനി നമുക്കറിയാം, ഗുസ്തിക്കാർ 50 പ്രാവശ്യം വീണാലും എഴുന്നേക്കുന്നവരാ. പക്ഷെ ഗോലിയാത്ത് എഴുന്നേക്കാൻ ദൈവം സമ്മതിച്ചോ? ഇല്ല. കാരണം തള്ളിയിട്ടത് ദൈവമാ, ദൈവദൂതന. അപ്പോൾ നമ്മൾ നിന്നു കൊടുത്താൽ മതി. കൃപയാൽ ജയമുണ്ട്. മല്ലന്മാരെ തോൽപ്പിക്കുവാൻ, രാക്ഷസന്മാരെ തോൽപ്പിക്കുവാൻ കഴിയുന്ന അഭിഷേകത്തിന്റെ ശക്തി ദൈവത്തിന്റെ ദാസനെ നിന്റെ മേലുണ്ട്, ദൈവവൈതലെ നിന്റെ മേലുണ്ട്. നീ വലിപ്പത്തിൽ ചെറിയവനാണെങ്കിലും അഭിഷേകത്തോട് നിന്ന് കൊടുത്താൽ, നീ തൊടുത്തു വിടുന്ന വാക്കുകൾക്ക്, നീ പറയുന്ന വചനങ്ങൾക്ക് മല്ലന്മാരെ തോൽപ്പിക്കുവാനുള്ള ദൈവശക്തി ദൈവം പകരും. ഈ യോഗത്തിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തി ഉണ്ട്. നിങ്ങളുടെ ശുശ്രൂഷ ഫീൽഡിലെ കർത്താവ് നിങ്ങളെ ആക്കുന്നിടത്ത് ആ ദൈവകൃപ ആവരിക്കും. കല്ലിന്റെ വലിപ്പം കൊണ്ടോ കല്ലിന്റെ മൂർച്ച കൊണ്ടോ അല്ല, നമ്മൾ വിശ്വാസത്തോടും അഭിഷേകത്തോടും നിന്നാൽ ദൈവകൃപയാൽ നമുക്ക് ജയമുണ്ട്. കൃപയാൽ സഭയ്ക്ക് ജയമുണ്ട്. കൃപയാൽ ശുശ്രൂഷകന്മാർക്ക് ജയമുണ്ട്. 6 എന്നൊരു സംഖ്യ ബൈബിളിലുണ്ട്. 270 പ്രാവശ്യം 6 എന്ന നമ്പര്. മനുഷ്യനെ സൃഷ്ടിച്ചത് 6-ാം ദിവസമാണ്. മനുഷ്യന് വേല ചെയ്യാൻ ദൈവം കൽപ്പിച്ചത് 6 ദിവസമാണ്. അപ്പൊ 6 എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു സംഖ്യയായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. മനുഷ്യന്റെ സംഖ്യ. മനുഷ്യൻ എത്ര കരുതിയാലും കുറവുണ്ടാകും. അതാണ് കാനാവിലെ കല്യാണത്തിന് 6 കൽപാത്രം. മനുഷ്യൻ ഒത്തിരി കരുതിയാലും കുറവുണ്ടാകും. നമ്മൾ നമുക്ക് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി, കുടുംബജീവിതത്തിന് വേണ്ടി, മിനിസ്ട്രിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ എത്ര കരുതിയാലും തീർന്നു പോകാം, ദൗർലഭ്യം ഉണ്ടാകാം. പക്ഷെ ആ 6 കൽപാത്രങ്ങളിൽ കർത്താവ് വെള്ളം നിറയ്ക്കാൻ കൽപ്പിച്ചപ്പോൾ അവർ അനുസരിച്ചു. അവിടെ പെട്ടെന്ന് വീഞ്ഞുണ്ടായി. അപ്പോൾ മനുഷ്യന്റെ അപര്യാപ്തതയുടെ മേൽ, മനുഷ്യന്റെ ദൗർലഭ്യതയുടെ മേൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടും. മനുഷ്യന്റെ സംഖ്യയാണ് 6. സാത്താൻ അല്ലെങ്കിൽ എതിർക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ ഈ 6 3 എടുക്കുക, 666. അത് അന്ന് പരാജയത്തിന്റെ ഒരു മണ്ഡലമായി ഏറ്റവും തീരും. ഇന്ന് ലോകത്തിൽ അതിന്റെ ഒരു വ്യാപനത്തിലേക്ക് പോകുക. കാരണം സംഖ്യ കൊണ്ട് മനുഷ്യൻ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലയളവായി മാറിയിരിക്കുക. അത് നമ്മുടെ ATM കാർഡിൽ നമ്മൾ തുടങ്ങുന്നെങ്കിലും ഇപ്പോൾ അത് പുതിയ പുതിയ ഒത്തിരി കാർഡുകളായി എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ സംഖ്യകൾ കൊണ്ട് മനുഷ്യൻ നിയന്ത്രിക്കപ്പെടുക. ബാർകോഡുകളായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലും ആ ബാർകോഡുകളുടെ പിന്നിലുള്ളത് സംഖ്യകളാണ്. അത് വികസനത്തിന്റെ ABCD വരാത്ത 1-ാം നൂറ്റാണ്ടിൽ ദൈവം യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചു, മനുഷ്യൻ സംഖ്യ കൊണ്ട് നിയന്ത്രിക്കപ്പെടും. അന്നത് ചിന്തിക്കുന്നതിനപ്പുറമാണ്. യുക്തി കൊണ്ട് അന്ന് ചിന്തിച്ചാൽ യോഹന്നാൻ എഴുതാൻ തോന്നത്തില്ല. പക്ഷെ ഇന്ന് അത്ര കൃത്യമാണ്. ഒരു സംഖ്യാ സംവിധാനത്തിലേക്ക് ലോകം പോകുക. ആ ചിപ്പ് സംവിധാനത്തിലേക്ക്. ആ ചിപ്പ് നെറ്റിയിലും കയ്യിലും ഒക്കെ ആണ് പതിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് യോഹന്നാൻ ഇത് യുക്തി കൊണ്ട് ചിന്തിക്കാതെ, ചോദ്യം ചെയ്യാതെ എഴുതിയത് ഇന്ന് എത്ര കൃത്യമായി നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക.
അപ്പോൾ സംഖ്യകളും നമ്മളോട് വിളിച്ചു പറയുന്നത്, സംഖ്യാ സംവിധാനങ്ങളും വിളിച്ചു പറയുന്നത് കർത്താവിന്റെ വരവ് അടുത്തു എന്നുള്ളതാണ്. നാം ഒരുങ്ങേണ്ട കാലമാണ്. ഹല്ലേലൂയ. 6 മനുഷ്യന്റെ സംഖ്യയാണെങ്കിൽ 7 നമ്മൾ ബൈബിളിൽ കാണുന്നത് ദൈവപ്രവൃത്തിയുടെ ഒരു സംഖ്യയായിട്ടാണ്. 500 പ്രാവശ്യം 7 എന്ന് പറയുന്ന ഒരു നമ്പര് ബൈബിളിലുണ്ട്. 500 പ്രാവശ്യം. വെളിപ്പാട് 1:4 7 ആത്മാക്കൾ എന്ന് വായിക്കുന്നുണ്ട്. ഒരു പൂർണ്ണതയെ കാണിക്കുക, ദൈവപ്രവൃത്തിയുടെ ഒരു പൂർണ്ണത. ഉൽപ്പത്തി 2:1 വായിക്കുന്നത് 7-ാം ദിവസം സ്വസ്ഥതയുടെ ദിവസം. വെളിപ്പാട് പുസ്തകത്തിൽ 54 പ്രാവശ്യം 7 എന്ന് പറയുന്ന നമ്പരുണ്ട്. 54 പ്രാവശ്യം 17 ഏഴുകളെ കുറിച്ചുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലും 54 പ്രാവശ്യം 7 എന്ന് പറയുന്ന ഒരു നമ്പരുണ്ട്. അപ്പോൾ 7 പലയിടത്തും ആവർത്തിക്കുന്നു. ദൈവപ്രവൃത്തിയുടെ പൂർണ്ണത, സ്വസ്ഥതയുടെ ഒരു സംഖ്യ, ദൈവപ്രവൃത്തിയുടെ ഒരു സംഖ്യയായിട്ടാണ് ബൈബിളിലെ 7 കാണുന്നത്. 666 ആത്യന്തികമായി പരാജയപ്പെടും, അതാ എതിർക്രിസ്തു കൊണ്ടുവന്നാലും. എന്നാൽ കർത്താവ് തന്റെ പൂർണ്ണത അതിനുശേഷം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരും, സ്വസ്ഥത വെളിപ്പെടുത്തും. അതാണ് 7ന്റെ ഒരു പ്രാധാന്യം. 8ലേക്ക് വരികയാണെങ്കിൽ പുതിയ ആരംഭത്തെ കാണിക്കുക, ന്യൂ ബിഗിനിങ്. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുമ്പോൾ പരിച്ഛേദനയെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ് 8-ാം ദിവസം പരിച്ഛേദന ചെയ്യണം. 8-ാം ദിവസം. ഇപ്പൊ 80 പ്രാവശ്യം 8 എന്ന് പറയുന്ന സംഖ്യ ബൈബിളിലുണ്ട്. പുതിയ തുടക്കം, പുതിയ ക്രമം. യേശുവിന്റെ ക്രൂശീകരണ ആഴ്ച നോക്കുകയാണെങ്കിൽ 8-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന ആ പാം സൺഡേയിൽ നമ്മൾ എണ്ണി തുടങ്ങിയാൽ അടുത്ത സൺഡേ 8-ാം ദിവസമാണ്. 8-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ മരിച്ചതിന്റെ 3-ാം ദിവസമാണ്. പക്ഷേ ആ പാഷൻ വീക്ക് ഫുൾ എണ്ണിയാൽ 8-ാം ദിവസം ഒരു പുതിയ തുടക്കം. പുതിയ തുടക്കത്തിന് കർത്താവ് മുഖാന്തരമായി തീരുക. നോഹയുടെ പെട്ടകത്തിലേക്ക് കയറിയത് 8 പേരാ. ബാക്കി എല്ലാവരും മരിച്ചു, നശിച്ചു. അപ്പം പ്രളയത്തിന് ശേഷം 8 പേര് കൊണ്ട് ഒരു പുതിയ തുടക്കം. അപ്പോൾ 8 പേരെ ഒരു പുതിയ തുടക്കത്തെ കാണിക്കുക. പെട്ടകത്തിൽ കൂടെ 8 പേർ രക്ഷ പ്രാപിച്ചു. 8 ഒരു പുതിയതിനെ കാണിക്കുക. പരിച്ഛേദനയുടെ ദിവസം 8-ാം ദിവസം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പുതിയ തുടക്കങ്ങൾ നൽകാൻ, ശുശ്രൂഷയിൽ, ആത്മീകത്തിൽ ഒക്കെ ഒരു പുതിയ തുടക്കം തരാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ കരം ഇന്നും വെളിപ്പെടുന്നുണ്ട്. 8-ന് പ്രാധാന്യമുണ്ട്. 9 എന്ന് പറയുന്നത് നിവൃത്തിയുടെ സംഖ്യയായിട്ടാണ് വേദപണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്. 9-ാം മണി നേരത്താണ് യേശു ക്രൂശിൽ കിടന്ന് പറയുന്നത് നിവൃത്തിയായി. സോ ദ നമ്പർ ഓഫ് ഫുൾഫിൽമെന്റ്. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ചും നമ്മൾ വായിക്കുന്നത് 9 ഫലങ്ങളാണ്. 9 ഫലങ്ങൾ. ഗലാത്യർ 5-ാം അധ്യായത്തിൽ വായിക്കുന്ന 9 ഫലങ്ങൾ. അപ്പോൾ നിവൃത്തിയുടെ ഒരു സംഖ്യയായിട്ടാണ് 9-നെ മനസ്സിലാക്കുന്നത്. 50 പ്രാവശ്യം 9 എന്ന ആ സംഖ്യ ബൈബിളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നതുകൊണ്ട് അതിനൊരു പ്രാധാന്യം മനസ്സിലാക്കും. 10ലേക്ക് വരട്ടെ. 10 അറിയപ്പെടുന്ന കൽപ്പനയുടെ സംഖ്യ എന്നാണ്. 10 കൽപ്പനകൾ. അതെങ്ങനെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി 1 വായിക്കുമ്പോൾ ദൈവം കൽപ്പിച്ചു എന്ന പദം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, സസ്യങ്ങൾ ഉണ്ടാകട്ടെ, ആ ഒരു വാക്ക് നമ്മളൊന്ന് എണ്ണി നോക്കിയാൽ ഉൽപ്പത്തി 1-ൽ കൃത്യം 10 പ്രാവശ്യം ദൈവം കൽപ്പിച്ചു അല്ലെങ്കിൽ കൽപ്പിച്ചു എന്നൊരു വാക്കുണ്ട്. ദൈവം ചെയ്യുന്നതായിട്ട് കൽപ്പിച്ചു. അതുകൊണ്ട് പലയിടത്തും നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ 10 എന്ന് പറയുന്ന ദൈവകൽപ്പനയുടെ ഒരു സംഖ്യ. 240 പ്രാവശ്യം ബൈബിളിലെ 10 എന്ന് പറയുന്ന സംഖ്യ ഉണ്ട്, ദൈവകൽപ്പന. അപ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ നിയമകൽപ്പനകൾ അനുസരിച്ച് മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. 10 കൽപ്പനയുടെ സംഖ്യയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഖ്യ 12 ആണ്. അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ കുറവാകുമല്ലോ. കാരണം പഴയ നിയമത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ സംഖ്യ 12. പുതിയ നിയമത്തിൽ യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരുടെ സംഖ്യ 12. പുതിയ യെരുശലേമിലെ ഗോപുരങ്ങളുടെ സംഖ്യ 12. മാസത്തിൽ 12 മാസം, വർഷത്തിൽ 12 മാസം, 12 വിധ പുതിയ ഫലങ്ങൾ. ഇങ്ങനെ 12 എന്ന് പറയുന്ന നമ്പര് 212 പ്രാവശ്യം ബൈബിളിലുണ്ട്. 212 പ്രാവശ്യം ബൈബിളിൽ ആവർത്തിക്കുക. അപ്പോൾ 12 എന്തിന്റെ പ്രതീകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവജനത്തിന്റെ സംഖ്യ. പഴയ നിയമത്തിൽ അത് ഇസ്രായേലിന്റെ സംഖ്യ, പുതിയ നിയമത്തിൽ അത് അപ്പോസ്തലന്മാരുടെ സംഖ്യ, ആത്യന്തികമായി ദൈവസഭയുടെ സംഖ്യ. അപ്പോൾ 12-നെ നമുക്ക് വിളിക്കുവാൻ കഴിയുന്നത് ദൈവജനത്തിന്റെ സംഖ്യ. പുതിയ യെരുശലേമിൽ 12 വാതിലുകൾ, 12 ഗോപുരങ്ങൾ, ദൈവജനത്തിന്റെ സംഖ്യ. 12-ന്റെ ഗുണിതങ്ങൾ പലയിടത്തും ദൈവജനത്തിന്റെ സംഖ്യയായിട്ട് ഉപയോഗിക്കുന്നത്. യെരുശലേമിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ കൂടി. പുതിയ യെരുശലേമിന്റെ മതിലിന്റെ പൊക്കം 12 × 12 144.
അതിന്റെ നീളവും വീതിയും ഉയരവും എല്ലാം 1200 നാഴിക. അത് 12x100 മഹാപീഡന കാലത്ത് മുദ്ര ചെയ്ത് വേർതിരിക്കപ്പെടുന്ന ജനത്തിന്റെ എണ്ണം ഓരോ ഗോത്രത്തിലും 12,000, ആകെ 1,44,000. ഇതെല്ലാം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ 12 ദൈവജനത്തിന്റെ ഒരു സംഖ്യയായി. പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ സംഖ്യയായി, പുതിയ നിയമത്തിൽ ദൈവസഭയുടെ സംഖ്യയായി. ഇനി മഹാപീഡന കാലത്ത് അന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുടെ സംഖ്യയായും ഒക്കെ 12 12ന്റെ ഗുണിതങ്ങളും നിലനിൽക്കുക. 20 അറിയപ്പെടുന്നത് പൗരത്വ പ്രായമായിട്ടാണ്. പുറപ്പാട് 30:14 20 വയസ്സാകുമ്പോൾ ഒരു ഇസ്രായേലിൻ വീണ്ടെടുപ്പ് വില കൊടുക്കണമെന്നാണ്. 20 വയസ്സായെങ്കിലേ ഒരു പുരുഷനായിട്ട് എണ്ണത്തുള്ളൂ. 20 വയസ്സാകുമ്പോഴാണ് യുക്തപ്രാപ്തിയുള്ള ഒരുവനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പണ്ട് 21 ഇന്ത്യയിലൊക്കെ, അത് 18 കുറച്ചിട്ടുണ്ട്. പക്ഷേ പഴയ നിയമത്തിലെ ഒരു പൗരത്വ പ്രായം എന്ന് പറയുന്നത് 20 കണക്കാക്കുന്നത്. 300 പ്രാവശ്യം 20 എന്ന് പറയുന്ന നമ്പര് ബൈബിളിലുണ്ട്. 300 പ്രാവശ്യം. 30 പ്രാധാന്യമുണ്ട്. അത് ദൗത്യം ആരംഭിക്കുന്ന ഒരു വയസ്സാണ്, നേതൃത്വം ആരംഭിക്കുന്നു. യോസഫ് മന്ത്രിയായത് 30 വയസ്സിലാണ്. ദാവീദ് രാജാവാകുന്നത് 30 വയസ്സിലാണ്. ശലോമോൻ ശൗല് രാജാവാകുന്നത് 30 വയസ്സില്. യേശു ക്രിസ്തു സ്നാനമേറ്റ് ദൗത്യം ആരംഭിക്കുന്നത് ലൂക്കോസ് 3:23 30 വയസ്സിൽ. അപ്പോൾ 30 എന്ന സംഖ്യ 174 പ്രാവശ്യം ബൈബിളിലുണ്ട്. എഗസ്കേൽ ദർശനം കാണാൻ ആരംഭിക്കുന്നതും എഗസ്കേൽ 1:1 30 ആണ്ടിൽ 30 വയസ്സില്. അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഔദ്യോഗികമായി ഒക്കെ പ്രവേശിക്കുന്ന ഒരു പ്രായം 30 വയസ്സ്. അതുകൊണ്ട് നേതൃത്വത്തിലേക്ക് പക്വതയോടും അതോടൊപ്പം തന്നെ ആവേശത്തോടും, യുവത്വത്തിന്റെ ആവേശവും അറിവിന്റെ അനുഭവങ്ങളുടെ പക്വതയോടും കൂടെ പ്രവേശിക്കുവാൻ പറ്റുന്ന ഒരു പ്രായമാണ് 30. ഞാൻ 40നെ കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. 40 ഒരുക്കത്തിന്റെ ഒരു സംഖ്യ. മോശ 40 ദിവസം ഉപവസിച്ചു. ഏലിയ 40 ദിവസം ദൈവം കൊടുത്ത ആഹാരത്തിന്റെ ബലത്തോടുകൂടെ നടന്നു. അതോടൊപ്പം തന്നെ യേശു 40 ദിവസം ഉപവസിച്ചു. അപ്പൊ 40 ഒരുക്കത്തിന്റെ ഒരു സംഖ്യ. ഒരുക്കത്തിന്റെ ഒരു ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരാൾ ഒരുങ്ങുമ്പോൾ 40 ദിവസം ഉപവസിച്ച്, അല്ലെങ്കിൽ 40 ദിവസം പ്രാർത്ഥിച്ച്, 40 ദിവസം അത്യാവശ്യമായ ദൈവവചനം പഠിച്ച്, 40 ഒരുക്കത്തിന്റെ ഒരു സംഖ്യ. അവരൊറ്റ നോക്കാൻ വേണ്ടി കനാൻ നാട്ടിലേക്ക് അയച്ചത് 40 ദിവസം. അപ്പോൾ 40 ഒരു ഒരുക്കത്തിന്റെ സംഖ്യയാണ്. ഒരുക്കത്തിന്റെ സംഖ്യ. പിന്നെ ഞാൻ കുതിച്ച് 1000ലേക്ക് പോകട്ടെ. 1000 അത് ഒരു യുഗത്തിന്റെ, ദൈവപ്രവൃത്തിയുടെ ഒരു യുഗത്തിന്റെ സംഖ്യയാണ്. യുഗകാലം. ചില ബൈബിൾ പണ്ഡിതന്മാരുടെ അനുഭവം എന്ന് വ്യാഖ്യാനം എന്ന് പറയുന്നത് ആഴ്ചയിൽ 7 ദിവസം ദൈവം സ്ഥാപിച്ചതാണ്. ആഴ്ചയിൽ 7 ദിവസം ഉൽപ്പത്തി 1 തന്നെ കാണുന്നുണ്ട്. അതൊരു 7 യുഗങ്ങൾക്ക്, 7 × 1000 7000 വർഷങ്ങൾക്ക് സദൃശ്യമാണെന്ന് ചിന്തിക്കുന്നുണ്ട്. 7000 വർഷങ്ങൾക്ക് സദൃശ്യം. അങ്ങനെയാണെങ്കിൽ ഈ 2030 ഒരു പ്രാധാന്യമുണ്ട്. ഇതൊരു വ്യാഖ്യാനം മാത്രമാണ്. കർത്താവ് ക്രൂശിക്കപ്പെട്ടിട്ട് 2000 വർഷമാകിയ. അപ്പോൾ ചില ബൈബിൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്ന 2030 പ്രാധാന്യമുണ്ടെന്ന്. നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലെ സംഭവങ്ങളിലേക്ക് നോക്കുമ്പോൾ അതൊരു സൂചനയാണ്. കാരണം ഇസ്രായേലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന യുദ്ധങ്ങൾ എപ്പോൾ നടക്കുന്നുവോ അപ്പോൾ നമ്മൾ ബൈബിൾ പ്രവചനത്തിലേക്ക് കൂടുതൽ നോക്കണം. ഇതൊരു തുടക്കം നടന്നിരിക്കുന്നു. ഈ യുദ്ധം ഇതുവരെ തീർന്നിട്ടുമില്ല. കൂടുതൽ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ AD 30 കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്ന് പൊതുവെ വിശ്വസിക്കുന്നു. 2030 ആകുമ്പോൾ 2000 വർഷം ഒരു മാറ്റം നടക്കുമെന്ന് പലരും ചിന്തിക്കുന്നു. ഒരു മാറ്റം നടക്കും. നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയത്തില്ല. കാരണം കർത്താവ് തന്റെ വരവിന്റെ സമയമൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ കാലങ്ങളെ വിവേചിക്കണമെന്നും ഒരുങ്ങണമെന്നും കർത്താവ് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു. ഇസ്രായേലിനോട് ബന്ധപ്പെട്ട യുദ്ധമാണ്. അതുകൊണ്ട് ഈ 2030 2070 ഒക്കെ പ്രധാനപ്പെട്ടതാണ്. യെരുശലേം ദൈവാലയം തകർക്കപ്പെട്ടത് AD 70 അവരുടെ ഒരു വലിയ പദ്ധതിയാ ഈ 2070 മുൻപ് ദൈവാലയം വീണ്ടും പണിയുക. അപ്പോൾ ഇതിനുവേണ്ടി അവർ 10 തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുക. 10 കാര്യങ്ങൾ ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാലഘട്ടത്തിന്റെ, യുഗത്തിന്റെ ഒരു നമ്പരാണ് 1000 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-ാം ദിവസത്തിലേക്ക് 7000 എന്ന നമ്പറിലേക്ക് പോകുന്ന ഒരു കാലത്തിന്റെ ഒരു മാറ്റം നടക്കുന്ന ഒരു നമ്പരാണ്. പോട്ടെ, ഞാൻ വളരെ ചുരുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ 0 മുതൽ 1000 ഇങ്ങനെ നമുക്ക് പ്രധാനപ്പെട്ട ചില സംഖ്യകൾ ബൈബിൾ നൽകുന്നുണ്ട്. ആവർത്തിച്ച് പറയുന്നതും
സമാന സംഭവങ്ങളിൽ ആവർത്തിക്കുന്നതുമായ സംഖ്യകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിന് മാത്രം അറിയാവുന്നതും നമുക്ക് എണ്ണാൻ പറ്റാത്തതുമായ ചില സംഖ്യകൾ കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരു 3 കാര്യങ്ങൾ പറയട്ടെ. ആകാശത്തിലെ നക്ഷത്രം, ഉൽപ്പത്തി 15:5, 22:17 എണ്ണാൻ പറ്റത്തില്ലെന്ന് ദൈവം പണ്ടേ പറഞ്ഞു. കടൽക്കരയിലെ മണൽത്തരികൾ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എണ്ണാൻ പറ്റത്തില്ല ഇത് രണ്ടും. ഇതുപോലെ നിന്റെ സന്തതികളാകുമെന്നാണ് അബ്രഹാമിനോട് പറഞ്ഞത്. പക്ഷെ കുറച്ച് 100-200 വർഷം മുൻപേ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു 3000 നക്ഷത്രമേ ഉള്ളൂ, 1005 നക്ഷത്രമേ ഉള്ളൂ എന്ന് അന്ന് പറഞ്ഞു, ടോളമിയും കെപ്ലറും ഒക്കെ. പിന്നെ ശാസ്ത്രം കുറച്ചുകൂടെ ഒക്കെ മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു കോടാനുകോടി ഉണ്ട്, നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ 2500 വർഷം ജീവിച്ചിരുന്നാൽ പോലും 1 സെക്കൻഡിൽ ഓരോന്ന് വീതം എണ്ണിയാൽ പോലും തീരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യനെ കൊണ്ട് എണ്ണാൻ പറ്റത്തില്ല, ഇത് ദൈവം പണ്ടേ പറഞ്ഞതാ. അപ്പോൾ നക്ഷത്രങ്ങളെ എണ്ണി തീർക്കാൻ പറ്റത്തില്ല. വെളിപ്പാട് 7-ാം അധ്യായം, സ്വർഗത്തിൽ നിൽക്കുന്ന ദൈവമക്കളെ എണ്ണി തീർക്കാൻ നമുക്ക് പറ്റത്തില്ല. എണ്ണിക്കൂടാത്ത മഹാപുരുഷാര നമുക്ക് എണ്ണി തീർക്കാൻ പറ്റത്തില്ല. ആ സംഖ്യ നമുക്ക് ആർക്കും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം, ഈ അന്ത്യകാലത്തും എണ്ണമറ്റ ജനങ്ങളെ രക്ഷയിലേക്ക് നയിക്കാൻ ദൈവത്തിന് കഴിയും. ഒരു ഉണർവഹിക്കാൻ ദൈവത്തിന് കഴിയും. ഒരു ദൈവപ്രവൃത്തി ആവശ്യമാണ്. 3, ന്യായവിധിയുടെ സമയത്ത്, വെളിപ്പാട് 20:11-15 വരെ അവിടെ നിൽക്കുന്നതും ആപാലവൃത്ത ജനമാ, നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. അപ്പോൾ നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റത്തില്ല, രക്ഷിക്കപ്പെട്ടവരെ നമുക്ക് എണ്ണിത്തീർക്കാൻ പറ്റത്തില്ല, ന്യായവിധി നേരിടാൻ പോകുന്നവരെയും എണ്ണിത്തീർക്കുവാൻ കഴിയത്തില്ല. ഇങ്ങനെ അനേക സംഖ്യകൾ ബൈബിളിൽ പറയുന്നെങ്കിലും അളക്കാൻ പറ്റാത്തതായി, എണ്ണാൻ പറ്റാത്തതായി ഇത് പറയുന്ന പോലെ തന്നെ ദൈവകൃപയെ അളക്കാൻ പറ്റത്തില്ല. കൃപയെക്കുറിച്ച് പറയുന്ന അത്യന്തമായ അളവെന്നാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ചിലതൊക്കെ നമുക്ക് അളക്കാം, എണ്ണാം. ഇന്ന് ആദ്യം നമ്മൾ പാടിയതുപോലെ എണ്ണി എണ്ണി സ്തുതിക്കാം. പക്ഷെ ദൈവകൃപയെ നമുക്ക് അളക്കാൻ പറ്റത്തില്ല. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും പറയുക, അതിന്റെ നീളം, വീതി, ആഴം, ഉയരം അത് അളക്കാൻ പറ്റത്തില്ല. അപ്പം ദൈവകൃപ, ദൈവിക സ്നേഹം ഇത് അളക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ? നമ്മളോടുള്ള ദൈവത്തിന്റെ കൃപ, നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം അത് അളക്കാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് നമ്പറുകളൊക്കെ പഠിക്കുമ്പോഴും തെറ്റുപറ്റരുത്. ദൈവകൃപയൊന്നും നമുക്ക് എണ്ണി തീർക്കാൻ പറ്റത്തില്ല, അളക്കാൻ പറ്റത്തില്ല. അത് അളക്കാവുന്നതിലും അപ്പുറമാണ് ദൈവസ്നേഹം, ദൈവകൃപ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോഴും അവൻ ആത്മാവിനെ അളന്നു പകരുന്നെന്നല്ല പറയുന്നത്, അളവ് കൂടാതെ പകരുന്നെന്ന. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, ഊർജം. ഇലക്ട്രിസിറ്റിക്കാരെ അവർ ഇലക്ട്രിസിറ്റി തരുമ്പോൾ കൃത്യമായി അളന്നൊക്കെ തരത്തുള്ളൂ, കാരണം പൈസ മേടിക്കേണ്ടതാ. പക്ഷെ കർത്താവ് ശക്തി പകരുന്നത് അളന്നല്ല, കർത്താവ് അളവ് കൂടാതെ ശക്തി പകരുന്നവൻ. അതുകൊണ്ട് നാം വിശ്വസിക്കുന്നെങ്കിൽ, ഒരുങ്ങുന്നെങ്കിൽ ഈ ദിവസങ്ങളിലെ ദൈവകൃപ, ദൈവസ്നേഹം, പരിശുദ്ധാത്മശക്തി അളവില്ലാതെ, സംഖ്യ കൂടാതെ, നമ്പറുകൾ വെക്കാതെ, ഒരളവ് വെക്കാതെ, തൂക്കി നോക്കാതെ നമ്മുടെ മേൽ പകരാൻ ദൈവത്തിന് കഴിയും. ആ ഒരു ദൈവകൃപ ഇന്നും നമുക്ക് വേണ്ടിയിട്ടുണ്ട്. കർത്താവ് ആ വാതിൽ അടച്ചിട്ടില്ല. സംഖ്യകൾ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നാം പഠിക്കുമ്പോൾ തന്നെ അളവ് കൂടാതെ പകരുന്ന ദൈവകൃപയാണ് ഏറ്റവും വലുത്. അളക്കാവുന്നതിനും അപ്പുറം ദൈവസ്നേഹം, അത് നമുക്ക് അളക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ മേൽ പകരുവാൻ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവാത്മശക്തി, അതും അളക്കാവുന്നതിലും അപ്പുറമാണ്. ആ ദൈവകൃപ പ്രാപിച്ച് നാം ജയാളികളായി മുൻപോട്ട് പോകണം എന്നാണ് ദൈവത്തിന്റെ പദ്ധതി. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അപ്പോൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പല സംഖ്യകൾക്കും ചില ആത്മീയ പ്രാധാന്യങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അതിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്ന ആത്മീയമായിരിക്കുന്ന അറിവും ആത്മീയ വളർച്ചയും പ്രാപിക്കാം. പക്ഷെ അളക്കുവാൻ പാടില്ലാത്ത ദൈവകൃപ, അത് അളക്കാവുന്നതിലും അപ്പുറം, ദൈവസ്നേഹം അളക്കാവുന്നതിലും അപ്പുറം, പരിശുദ്ധാത്മശക്തി അളക്കാവുന്നതിലും അപ്പുറം എന്ന് തിരിച്ചറിഞ്ഞ് സമയത്തിന്റെ പ്രാധാന്യം കൂടെ മനസ്സിലാക്കി. കർത്താവിന്റെ ക്രൂശുമരണം നടന്ന് 2000 വർഷങ്ങളാകുന്നു. സഭ 2 സഹസ്രാബ്ദങ്ങൾ പിന്നിടുവാനുള്ള ഒരു കാലം എടുക്കുന്നു. ഇസ്രായേൽ എന്ന രാജ്യം വീണ്ടും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ലോകം തുടങ്ങി, മിഡിൽ ഈസ്റ്റിൽ അവസാനിക്കുമെന്ന് പറയാറുണ്ട്. മിഡിൽ ഈസ്റ്റിലാ ലോകം തുടങ്ങിയത്, ആദമിനെ ഹവ്വയും സൃഷ്ടിക്കുന്നതൊക്കെ മിഡിൽ ഈസ്റ്റിലാണ്. അവിടെ തന്നെ അവസാനം നടക്കുമെന്ന് ഒരു ചൊല്ല് തിയോളജിന്മാരുടെ ഇടയിൽ പറയാറുണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് നമ്മുടെ ഒരുക്കത്തിന് കാരണമാകണം. അങ്ങനെ ഒരുങ്ങി ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ഒന്ന് സമർപ്പിച്ച്, കേവലം അറിവുകൾ എന്നതിനേക്കാൾ ഉപരി ആത്മാവിൽ ഒന്ന് മുന്നേറുവാൻ, ശുശ്രൂഷയിൽ ഒന്ന് ഒരുങ്ങുവാൻ ഇന്ന് രാത്രികാലം ഒന്ന് സമർപ്പിക്കാം. കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് പരിമിതമാണ്.
ആ ചെറിയ ആയുസ്സിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ചെയ്യുവാനുള്ള കൃപാശക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലെ കർത്താവെ അവിടുന്ന് പകരണമേ. ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുവാനുള്ള അഭിഷേകം, ദൈവശക്തി എല്ലാവരുടെ മേലെ അവിടുന്ന് അയക്കണമേ നാഥ. അതിനായി അനുഗ്രഹിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസരമൊരുക്കിയ ഗുഡ് ന്യൂസ് സ്റ്റഡി സർക്കിളിനെ പ്രത്യേകം നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ശബ്ദം കൈമാറും.